വീണ്ടും പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ നീക്കവുമായി കോൺഗ്രസ് വരികയാണ്. സുപ്രീം കോടതി എന്താണ് ഇടപെടുന്നില്ലേ എന്ന വലിയ ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാമ്പയിനിങ് സമയത്ത് ഉത്തർപ്രദേശിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് അധികാരത്തിലേക്ക് വരികയോ അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുകയോ ചെയ്താൽ അവർ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മേൽ ബുൾഡോസറുമായി വരും എന്നും അത് ഇടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് ഉള്ള നിലപാടുകൾ അവർ സ്വീകരിക്കും എന്നുമാണ് മോദി വർഗീയ രീതിയിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്നും എന്നും വികസനമല്ല, വർഗീയത മാത്രമാണ് BJPയുടെ അവരുടെ ഏക ആശ്രയം എന്നുള്ളത്. അവർ ഐക്യത്തോടുകൂടി എല്ലാ നേതാക്കളും എല്ലാ മേഖലയിലുള്ളവരും ഒളിഞ്ഞും തെളിഞ്ഞും നാൾക്ക് നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയത മാത്രമാണ്. ആ വർഗീയതയുടെ വിഷം കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അത് പരാതിപ്പെട്ടിട്ടുണ്ട്, അത് ഉന്നയിച്ചിട്ടുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ താക്കീത് നൽകുന്നില്ല? എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? രാജസ്ഥാനിലെ വിദ്വേഷ പ്രസംഗം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. 15% മുസ്ലിങ്ങൾക്ക് ബജറ്റിന് വേണ്ടി മാറ്റിയിരുത്തുന്ന രീതിയിലായിരിക്കും കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ എന്ന രീതിയിലേക്കൊക്കെയാണ് അവിടെ പറയുന്നത്. ഈ രാജ്യത്തെ ജനസംഖ്യയുടെ 15%-ൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സംരക്ഷണം, മറ്റുള്ളവർക്ക് അവരുടേതായ സംരക്ഷണം, എല്ലാവരെയും ഒരുപോലെ കാണാൻ ഒരിക്കലും കഴിയില്ല. ഒരു പക്ഷത്തെ മാറ്റി നിർത്തുമ്പോൾ മറ്റുള്ളവരിലേക്ക് കൃത്യമായി ഒരു ധ്രുവീകരണ സിദ്ധാന്തം എത്തും. ആ ധ്രുവീകരണം അതാണ് കൃത്യമായും മോദിയുടെ തുടർ വിജയങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് കൃത്യമായി തന്നെ സെഫോളജിക്കൽ സ്റ്റഡി നടന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. 5ാം ഘട്ട വോട്ടെടുപ്പിൽ, അതായത് ഈ തവണ മെയ് 20 നടക്കുന്ന വോട്ടെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അമേത്തിയും റായ്ബറേലിയും തന്നെയാണ്. കോൺഗ്രസ് ഈ 2 തട്ടകങ്ങളും ശക്തമായി തന്നെ അവരുടെ കൈവശം നിലനിർത്തും. അമേത്തി തിരിച്ചു പിടിക്കുകയും റായ്ബറേലി 5 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും എന്നുള്ളത് സമാജ്വാദി പാർട്ടി കൂടി കോൺഗ്രസിന് നൽകിയിരിക്കുന്ന ഉറപ്പാണ്. സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യൂ, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളെ എല്ലാ സീറ്റുകളിലും വിജയിപ്പിച്ചിരിക്കും എന്ന കൃത്യമായ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, സംയുക്തമായ റാലിയാണ് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും എല്ലാ മേഖലയിലും നടത്തിയിരിക്കുന്നത്. ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സംയുക്ത റാലിക്ക് ഇത്രയേറെ സ്വീകാര്യത എല്ലാ മേഖലയിൽ നിന്നും കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം BJP അപ്രമാദിത്വത്തോടെ കൈയടക്കി വെച്ചിരുന്ന ഗ്രാമങ്ങളിലെല്ലാം തന്നെ BJPക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു വിരുദ്ധത, അതായത് അവിടെ എല്ലാ തരത്തിലും ജനങ്ങൾ വിഭിന്നമായി BJPക്കെതിരെയുള്ള സ്വരം ഘടിപ്പിച്ചിരിക്കും. അതുമാത്രമല്ല, ക്ഷത്രിയരും അതുപോലെ തന്നെ സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭകാരികളും ഒക്കെ തന്നെ BJPക്കെതിരെ അതിശക്തമായി നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.